ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനും കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനും എന്താണെന്നുള്ളതാണ്. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ, ഇത് രണ്ടും ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ, രണ്ട് പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷനിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാക്കിംഗ് ഇൻഫ്ലേഷൻ, ഗലോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ്റെ വേഗതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ പഠിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിമാൻഡിനെയും സപ്ലൈയെയും അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇൻഫ്ലേഷനെ കുറിച്ചാണ്. അതായത് ഡിമാൻഡ് സൈഡിൽ നിന്നും ഇൻഫ്ലേഷൻ സംഭവിക്കാം, സപ്ലൈയുടെ സൈഡിൽ നിന്നും ഇൻഫ്ലേഷൻ സംഭവിക്കാം. കാരണങ്ങൾ, അതായത് ഇത്തവണ ഇൻഫ്ലേഷൻ്റെ കാരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തരംതിരിവുകളാണ് ഡിമാൻഡ് പുൾസ് ഇൻഫ്ലേഷനും കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനും എന്നുള്ളത്. ഓക്കെ, അപ്പം ചിലപ്പോൾ ഡിമാൻഡ് കൂടുന്നത് കൊണ്ട് ഇൻഫ്ലേഷൻ ഉണ്ടാകും. അപ്പം ഡിമാൻഡ് കൂടിയതാണ് അവിടെ കാരണം. ചിലപ്പം സപ്ലൈ കുറയുന്നത് കൊണ്ടും ഇൻഫ്ലേഷൻ ഉണ്ടാകും. അവിടുത്തെ കാരണം എന്ന് പറയുന്നത് സപ്ലൈ കുറഞ്ഞതാണ്. അപ്പം ഈ സപ്ലൈയും ഡിമാൻഡുകളെ, ഈ രണ്ട് കാരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഇൻഫ്ലേഷനെ തരംതിരിക്കുന്നു. അതാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനും കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനും. ഓക്കെ, അപ്പം ആരെങ്കിലും ചോദിക്കുകയാണ് ഇൻഫ്ലേഷൻ ഡിമാൻഡിൻ്റെ സപ്ലൈയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെ തരംതിരിക്കാം എന്ന് ചോദിച്ചാൽ ഡിമാൻഡ് പുള്ള്, കോസ്റ്റ് പുഷ്, അത് അത്രയും അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് ചോദിച്ചാൽ എന്താണ് ആ ഇൻഫ്ലേഷൻ, ആ വിലക്കയറ്റം ഉണ്ടാകാനുള്ള കാരണം? ചിലപ്പോൾ ഡിമാൻഡ് കൂടിയതാകാം, അതാകാൻ കാരണം, അല്ലെങ്കിൽ സപ്ലൈ കുറഞ്ഞതാകാം. അപ്പോൾ ഈ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ, കാരണങ്ങൾ രണ്ടെണ്ണേ വരാൻ ചാൻസ് ഉള്ളൂ, ഒന്നല്ലെങ്കിൽ ഡിമാൻഡ് അല്ലെ സപ്ലൈ. അപ്പം ഈ ഒരു കോസസിൻ്റെ അടിസ്ഥാനത്തിൽ, കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇൻഫ്ലേഷനെ രണ്ടായിട്ട് തിരിക്കാം: ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. അപ്പം ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനും കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനും എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ടുപേരും ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനെ പരിചയപ്പെടാം. ഇവിടെ ഡിമാൻഡ് പുൾ, ഈ വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഡിമാൻഡ്, ഏതോ ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ നമ്മൾ തമാശക്കൊക്കെ പറയത്തില്ല, നീ വലിയ ഡിമാൻഡ് ഇറക്കാതെന്ന്. അപ്പോൾ നമ്മൾ ഈ ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഈ സാധനത്തിൻ്റെ വിലയും വല്ലാണ്ടങ്ങ് കൂടും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു 10 പേന എൻ്റെ കയ്യിലുണ്ടെന്ന് വെക്കുക. സാധാരണ പോലെ 10 പേന എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എല്ലാ തവണയും 10-12 പേര് വാങ്ങാൻ വന്നിടത്ത് 100 പേര് വന്നേക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ള 10 പേന ഞാൻ സാധാരണ വിറ്റുകൊണ്ട് നിന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം 100 പേര് പേന വാങ്ങാൻ വേണ്ടി വന്നേക്കുക. അപ്പം ഡിമാൻഡ് ഈ പേനയ്ക്കുള്ളത് കൂടി. നേരത്തെ 10-5 പേരെ വരത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ വേണ്ട ആ 10 പേനയ്ക്ക് 100 അവകാശികളാണ്. 100 പേര് വാങ്ങാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. എത്ര വില കൊടുത്തിട്ടാണേലും ആ പേന ഞങ്ങൾ വാങ്ങിച്ചിട്ടേ പോത്തുള്ളൂ എന്നുള്ളൊരു രീതിയിൽ ഒരു 100 പേര് വന്നാൽ ആ പേനയ്ക്ക് എനിക്ക് തോന്നുന്ന പ്രൈസ് ഇടാം, അല്ലേ? ഇപ്പം MRP ഒക്കെ നിങ്ങൾ വിട്. അല്ലാതെ ഇപ്പം ഞാൻ ബീച്ചിൽ കൂടി ഇങ്ങനെ പേന വെറുതെ കൊണ്ട് നടക്കുന്ന ഒരാളാണെന്ന് വെക്കുക, MRP ഒന്നും ഇല്ലാത്തൊരു പേനയെ കൊണ്ട് നടക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? എനിക്കിപ്പോൾ ഞാൻ ഒരു 20 രൂപയ്ക്ക് പേന കൊടുത്താലും 30 രൂപയ്ക്ക് പേന കൊടുത്താലും അത് വാങ്ങാൻ ആളുണ്ട്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് സാധനത്തിൻ്റെ വില കൂടും. അപ്പോൾ അതാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പണ്ട് കോവിഡിൻ്റെ സമയത്ത് നമുക്കറിയാം, മാസ്ക് എന്ന് പറയുന്ന സാധനത്തിന് 10 രൂപയൊക്കെ വന്ന സമയമുണ്ട്, 10-20 രൂപയൊക്കെ വന്ന സമയമുണ്ട്. ഏതാ ഒരു കുഞ്ഞു ചെറിയ ഒരു തുണിക്കഷ്ണം പോലത്തെ ഒരു സാധനത്തിന്. അന്ന് വെച്ചാൽ എന്താ, അത് ഡിമാൻഡ് പുള്ളാണ്. കാരണം ആ പ്രൈസിന് നമുക്ക് ഏത് വിലയ്ക്കും മാസ്ക് വിൽക്കാം. കാരണം വാങ്ങാൻ ആളുകളുണ്ട്, ആവശ്യക്കാരൻ അതുപോലെ ഡെസ്പറേറ്റ് ആണ്. ഈ സാധനം എങ്ങനെയെങ്കിലും ആളുകൾക്ക് വാങ്ങിയാൽ മതി. അപ്പോൾ അതിന് എന്താ പറയുന്നത്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയും. പെട്ടെന്ന് ഒരു സമയത്ത് എല്ലാവർക്കും സാധനം വാങ്ങാൻ ഒരു അവസ്ഥ വരുന്നു. ആ സാധനത്തിനപ്പോൾ സ്വാഭാവികമായിട്ടും വില കൂടും. അതിനെ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷന് വേറെ തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ചും ഇൻഫ്ലേഷൻ ഉണ്ടാകും. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു വസ്തുവിൻ്റെ മാത്രം വില കൂടിയ കാര്യമാണ്. ഇനി എക്കണോമിയിൽ മൊത്തത്തിൽ എല്ലാത്തിനും വില കൂടുന്ന സാഹചര്യവും ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഗവൺമെൻറ് എക്കണോമിയെ 4 സെക്ടേഴ്സ് അല്ലെങ്കിൽ 4 സെക്ഷൻസ് ഓഫ് എക്കണോമി നമുക്ക് പറയും. 4 സെക്ഷൻസ് ഓഫ് എക്കണോമി ഉണ്ട്. ഒന്ന് വീട്, നമ്മുടെയൊക്കെ വീട്, അതൊരു ചെറിയ എക്കണോമിക് യൂണിറ്റാണ്. അത് കഴിഞ്ഞെന്താ ഗവൺമെൻറ് എക്കണോമിയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സ്കീം ഗവൺമെൻറ്റിനുണ്ട്. അപ്പം ഗവൺമെൻറ്, നമ്മുടെ വീട്, പിന്നെ ബിസിനസ്സുകാർ. ബിസിനസ് എന്ന് പറയുന്നതും ഒരു എക്കണോമിക് യൂണിറ്റാണ്. ഗവൺമെൻറ് എന്ന് പറയുന്നത് എക്കണോമിക് റെഗുലേഷൻ, പിന്നെ എക്കണോമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനൊക്കെ ഇങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഗവൺമെൻറ്റിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം വീട്, ഗവൺമെൻറ്, ബിസിനസ്, പിന്നെ ഒരു ടീമും കൂടെ ഉണ്ട്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ഈ 4 കാര്യങ്ങളെ നമുക്ക് സെക്ഷൻസ് ഓഫ് എക്കണോമി എന്ന് പറയാൻ പറ്റും. ഈ 4 സെക്ഷനിലും എന്ത് സംഭവിക്കും? ഒരു വളർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സാധനങ്ങളുടെ വിലയും കൂടും.
അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നേരത്തെ ഞാൻ ഈ മാസ്കിൻ്റെ ഉദാഹരണം എങ്ങനെയാണ് പറഞ്ഞത്, അത് ഒരു വസ്തുവിൻ്റെ ഡിമാൻഡിനനുസരിച്ച് ആ വസ്തുവിൻ്റെ വില കൂടുന്നതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് അഗ്രിഗേറ്റ് ആയിട്ട് വില കയറ്റത്തിൻ്റെ കാര്യം, അതായത് എക്കണോമിയിൽ മൊത്തത്തിൽ വില കൂടുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോഴാണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷൻസ് ഓഫ് എക്കണോമി, അതായത് 4 സെക്ഷൻ ഉണ്ട്. വീട്ടിലെ സാധനങ്ങൾ, ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഉണ്ട്, ബിസിനസ് പരമായിട്ട് എംപ്ലോയിയുടെ ശമ്പളം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ റെൻറ്റ് കൊടുക്കൽ, ബിസിനസ് പരമായിട്ട് സാധനങ്ങളുടെ വില കൂടുന്നു, ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് കൂടുമ്പോൾ വിലക്കയറ്റം ഉണ്ടാകുന്നു, പിന്നെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിനനുസരിച്ചും വിലക്കയറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ഈ 4 കാരണങ്ങൾ കൊണ്ട് മൊത്തത്തിൽ ഈ 4 വില കൂടുന്നതിനാണ് നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വില കൂടുന്നതല്ല, അവിടെ ഒക്കെ കൂടുതൽ എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും. വില കൂടുതലിലുപരി അതിൻ്റെ കറക്റ്റ് വാക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ, ഈ 4 സെക്ഷനിലും എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഡക്ട്സിനും സർവീസസിനും വില കൂടും. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്തുകൊണ്ട് കൂടുന്നു? അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടിക്കഴിയുമ്പോൾ എങ്ങനെയാണ് എക്കണോമിയിൽ മൊത്തത്തിൽ വിലക്കയറ്റം ഉണ്ടാകുന്നത്? ആ വിലക്കയറ്റം നല്ലതാണോ അല്ലയോ? എന്തുകൊണ്ട് നമ്മൾ ഇതിനെ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പേരിട്ട് വിളിക്കുന്നു എന്നുള്ളതാണ് ഞാനൊരു ചെറിയൊരു ഉദാഹരണത്തോടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഇപ്പം ഗവൺമെൻറ്, നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ ഇന്ത്യ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോവാണ്. പെട്ടെന്നൊരു ഗവൺമെൻറ് വന്നു, അത് നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് പാർട്ടിയെങ്കിലും ആയിക്കോട്ടെ, പെട്ടെന്നൊരു ഗവൺമെൻറ് വന്നു, ഹൈപ്പത്തറ്റിക്കലാണ്. ആ ഗവൺമെൻറ് വന്നിട്ട് എക്കണോമി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇഷ്ടം പോലെ സ്പെൻഡിങ് നടത്തുകയാണ്. ഇപ്പം ABCD എന്നാണ് പാർട്ടിയുടെ പേര്. ആ പാർട്ടി ഭരണത്തിൽ കയറി, ഈ ABCD പാർട്ടി ഭരണത്തിൽ കയറിയിട്ട് ഇഷ്ടം പോലെ പബ്ലിക് സ്പെൻഡിങ് നടത്തുക. അതായത് നല്ല നല്ല സ്കൂളുകൾ പണിയാൻ തുടങ്ങി, ജോലി അധിഷ്ഠിതമായ കോഴ്സുകൾ കൊടുക്കാൻ തുടങ്ങി, സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള കോഴ്സുകൾ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി, പിന്നെ നല്ല റോഡൊക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ പല പല ഗുണങ്ങൾ ചെയ്തപ്പോഴത്തേക്കും കൃഷിക്കൊക്കെ സബ്സിഡി കൊടുക്കാൻ തുടങ്ങി, വീട് വെക്കുന്നതിനൊക്കെ സബ്സിഡി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് കൂടിയപ്പോഴത്തേക്കും ഇതിൻ്റെയൊക്കെ ഗുണഭോക്താവ് ആരാ? ജനങ്ങളാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഒക്കെ അരിയും സാധനങ്ങളും ഒക്കെ തന്നപ്പോൾ നമുക്ക് ഭയങ്കര ലാഭമല്ലേ? അപ്പോൾ അത്രയും രൂപ നമ്മുടെ കയ്യിലിരുന്നു, കാരണം എല്ലാം ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ അവിടെ ആരാ സ്പെൻഡ് ചെയ്യുന്നത്? ഗവൺമെൻറ്റാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി, ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ, ഫ്രീ ആയിട്ട് ഹെൽത്ത് കെയർ, ഇങ്ങനെ ഗവൺമെൻറ് അങ്ങ് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, സബ്സിഡിയൊക്കെ തന്ന് ഗവൺമെൻറ് ടാക്സ് ഒക്കെ കുറച്ച് നമ്മളെ അങ്ങ് സുഖിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ജനങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ പൈസ വരും. ചിലരെന്ത് ചെയ്യും? ബിസിനസ് ചെയ്യുന്നവർക്ക് എന്താ ഗുണം? അവർക്ക് ചെറിയ തുകയ്ക്ക് ലോൺ കിട്ടും. അതായത് സ്കീമുകൾ, ഗവൺമെൻറ് സ്കീമൊക്കെ തുടങ്ങി, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സബ്സിഡി കൊടുക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് സ്കീം വഴി ലോണിന് പൈസ കൊടുക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതും ഗവൺമെൻറ് സ്പെൻഡിങ്ങാണ്. അപ്പം സ്ത്രീകൾ, സാധാരണക്കാരെന്ത് ചെയ്യും? അവിടെ പോയി ലോൺ എടുത്തിട്ട് അവർ ബിസിനസ് തുടങ്ങും. അപ്പം ആദ്യം ഗവൺമെൻറ് ചുമ്മാ ഓരോരോ ഫ്രീ ബീസ് പോലത്തെ സാധനങ്ങൾ ഗവൺമെൻറ് സ്പെൻഡിങ്ങിൽ വരുന്ന ഫുഡും സാധനങ്ങളും റേഷനൊക്കെ കൂട്ടി. അപ്പോൾ റേഷനൊക്കെ കൂട്ടുമ്പോഴത്തേക്കും ഹൗസ് ഹോൾഡ് സെക്ഷൻസ് ഓഫ് എക്കണോമി ഞാൻ പറഞ്ഞല്ലോ, ഹൗസ് ഹോൾഡിനെ അത് പോസിറ്റീവായിട്ട് ബാധിക്കും. ഫ്രീ ആയിട്ട് അരിയും പച്ചക്കറിയൊക്കെ കിട്ടുന്നു, ഹായ് കൊള്ളാം. അപ്പോൾ ഹൗസ് ഹോൾഡിന് ഭയങ്കര ലാഭം ഗവൺമെൻറ് സ്പെൻഡിങ് കൊണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ലോൺ കൊടുക്കുക ബിസിനസ്സുകാർക്ക്. അങ്ങനെ ഗവൺമെൻറ് ബിസിനസ്സുകാർക്ക് ലോൺ കൊടുക്കുമ്പോഴത്തേക്കും ബിസിനസ്സുകാർക്കും സന്തോഷം, അവരും ബിസിനസ് തുടങ്ങും അല്ലേ. പിന്നെ ഗവൺമെൻറ് എക്സ്പോർട്ടിനെയും ഇമ്പോർട്ടിനെയും ഒക്കെ അങ്ങ് പ്രോത്സാഹിപ്പിക്കാനും തുടങ്ങി, സബ്സിഡിയൊക്കെ കൊടുത്ത്. അപ്പോൾ മൊത്തത്തിൽ എക്കണോമി അങ്ങ് വളരും. അപ്പോൾ അങ്ങനെ എക്കണോമി മൊത്തത്തിൽ വളരുമ്പം എന്ത് സംഭവിക്കും? എല്ലാവരുടെയും കയ്യിൽ പൈസ വരും. എല്ലാവരുടെയും കയ്യിൽ പൈസ വരുമ്പം ജനങ്ങളെല്ലാ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങും അല്ലേ. പണ്ട് നമ്മുടെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, പണ്ടൊക്കെ എനിക്ക് സ്കൂളിൽ പോകാൻ 2 ഡ്രസ്സേ ഉള്ളൂ, അത് ഞാൻ മാറിയാണ്. നിങ്ങളുടെ വീട്ടുകാരൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് കാണും അല്ലേ. അത് ആ ഡ്രസ്സ് മാറിയാണ് ഞങ്ങൾ ഇട്ടുകൊണ്ട് പോയത്. ഒരു ദിവസം ഈ ഡ്രസ്സ് ഇട്ട് അടുത്ത ദിവസം ആ ഡ്രസ്സ്, പിന്നെ അത് വീണ്ടും സൈക്കിൾ. 2 ഡ്രസ്സ് മാത്രമേ മാറി ഇട്ടുകൊണ്ട് പോയിട്ടുള്ളൂ എന്നൊക്കെ നിങ്ങൾ കഥ കേട്ടിട്ടുണ്ടായിരിക്കും. അതിന് കാരണം എന്താ? അന്നാളുകളുടെ പൈസ ഇല്ല, അന്നതുകൊണ്ട് ആരും ഒന്നും സാധനം വാങ്ങില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് കൂടിയപ്പോഴത്തേക്കും ആളുകളുടെ കയ്യിലൊക്കെ പൈസ സേവ് ചെയ്യാനുള്ള സാഹചര്യം വന്നു. ആളുകൾ പൈസ സേവ് ചെയ്തപ്പോഴത്തേക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങൾക്കൊരു 50,000 രൂപ ശമ്പളം കിട്ടിയെങ്കിൽ നിങ്ങളുടെ ചിലവെല്ലാം കഴിഞ്ഞ് കയ്യിൽ മിച്ച് 25,000 രൂപയുടെ നിങ്ങൾ അതെന്ത് ചെയ്യും? സേവ് ചെയ്യും. സേവ് ചെയ്താൽ നിങ്ങൾ 25,000 രൂപ കൊടുക്കലിടുമോ? അതോ സ്വർണ്ണത്തിന് നല്ല വില കൂടുതലാണ്, എന്നാൽ സ്വർണ്ണത്തിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് ചിന്തിക്കുമോ? സ്വർണ്ണത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ആ ഫ്രണ്ട്സിൻ്റെ ബിസിനസ്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫിക്സഡ് ഇടും, ഇൻട്രസ്റ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ബാങ്കിൽ നിന്ന് അല്ലേ.
അപ്പോൾ സേവ് ചെയ്യും. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാവുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നോമിനൽ ഇൻകം കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സേവ് ചെയ്യും, എന്നിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഗവൺമെൻറ് സ്പെൻഡിങ് കൂട്ടുമ്പോഴത്തേക്കും എക്കണോമി മൊത്തത്തിൽ അപ്ലിഫ്റ്റഡ് ആവും. അങ്ങനെ അപ്ലിഫ്റ്റഡ് ആകുമ്പോഴത്തേക്കും ആളുകളുടെ കയ്യിൽ പൈസ ഇരിക്കാൻ തുടങ്ങും. അപ്പോൾ ആളുകൾ അത് കുറച്ച് സേവ് ചെയ്യും, കുറേ അധികം എന്ത് ചെയ്യും, സ്പെൻഡ് ചെയ്യും. അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും സാധനങ്ങൾ ആളുകൾ വാങ്ങാൻ എല്ലാവർക്കും പ്രാപ്തി ഉണ്ടാവും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള ഡിവൈഡ് ഭയങ്കര രൂക്ഷമായിരുന്നു. നമുക്ക് കണ്ടാൽ അറിയാം ഒരാളെ പാവപ്പെട്ടവനാണ്, മറ്റേ ആൾ പണക്കാരനാണെന്ന്. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണോ? ഇന്നത്തെ കാലത്ത് അങ്ങനെ പാവപ്പെട്ടവൻ പണക്കാരെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, എല്ലാവരുടെയും കയ്യിൽ പൈസ വന്നു. എല്ലാവരുടെയും കയ്യിൽ പൈസ വരുമ്പോൾ സാധനങ്ങൾ, ഇപ്പോൾ ഡ്രസ്സ് ആണെങ്കിലും കോസ്മെറ്റിക്സ് ആണെങ്കിലും ഈ സ്കിൻ കെയറും സാധനങ്ങളും ഒക്കെ വാങ്ങാൻ ആളുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് കൂടും. അങ്ങനെ ഡിമാൻഡ് കൂടുമ്പോൾ സാധനങ്ങൾക്ക് സർവീസിനും മൊത്തത്തിൽ എന്താകും, അതിൻ്റെ പ്രൈസും കൂടും. ഓക്കെ, അത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. എല്ലാവരുടെയും കയ്യിൽ പൈസ എത്തുമ്പോൾ എല്ലാവരും സാധനം വാങ്ങാൻ വേണ്ടി പോകും. അപ്പോൾ എല്ലാവരും സാധനം വാങ്ങാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മൊത്തത്തിലൊരു അപ്ലിഫ്റ്റ്മെൻറ്റ് വരും. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരുടെയും ഒരു ഇൻകം കൂടും, അവർ സ്പെൻഡ് ചെയ്യുന്നത് കൂടുമ്പോഴത്തേക്കും ഡിമാൻഡ് കൂടുമ്പോൾ സാധനങ്ങൾക്ക് മൊത്തത്തിൽ എന്തുണ്ടാവും, വിലക്കയറ്റം ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് എക്കണോമി മൊത്തത്തിൽ അഗ്രിഗേറ്റ് ആയിട്ട് വളരുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് സാധനങ്ങളുടെ വില കൂടും. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, 4 സെക്ഷൻസ് ഉണ്ട് എക്കണോമിയിൽ: ഹൗസ് ഹോൾഡ്, ബിസിനസ്, ഗവൺമെൻറ്, പിന്നെ ലാസ്റ്റ് ഏതാണ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ഈ 4 സെക്ഷൻസിലും നല്ല രീതിയിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ ഈ 4 സെക്ഷൻസിലും അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും. അങ്ങനെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും സാധനങ്ങൾക്ക് മൊത്തത്തിൽ എക്കണോമിയിൽ ലഭിച്ചിരിക്കുന്ന ആകെ മൊത്തത്തിലുള്ള ഒരു സർവീസിൻ്റെയും ഗുഡ്സിൻ്റെയും വില കൂടും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ നാട്ടിൻപുറത്തിൽ പല സാധനങ്ങൾക്കും വില കുറവായിരിക്കും. നാട്ടിൻപുറത്തെ വീടിൻ്റെ റെൻറ്റ് കുറവായിരിക്കും അല്ലേ? ഒരു 3 BHK ഒരു 7,000 രൂപയ്ക്കൊക്കെ നാട്ടിൻപുറത്ത് കിട്ടുമായിരിക്കും. പക്ഷേ ഈ സെയിം 3 BHK ഒരു സിറ്റിയിൽ കിട്ടുമ്പോൾ അതിന് പൈസ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? അവിടെ ഡിമാൻഡ് കൂടുതലാണ്, അവിടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുതലാണ്. അങ്ങനെ പല ഘടകങ്ങൾ കൊണ്ട് ആ സെയിം 3 BHK സിറ്റിയിൽ വരുമ്പോഴത്തേക്കും സ്ഥലമൊക്കെ കുറവായിരിക്കും. കാർ പാർക്കിങ്ങിനൊന്നും സ്ഥലം പോലും കാണത്തില്ല. എന്നാലും അവിടെ അതിന് റെൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ ആളുകളുടെ കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ സർവീസസിൻ്റെയൊക്കെ വില കൂടും. മനസ്സിലായല്ലോ? ഇപ്പോൾ വില കൂടുന്നതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുക, അതിനനുസരിച്ച് സാധനങ്ങളുടെ വില കൂടുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ മാസ്കിൻ്റെ ഉദാഹരണം എന്തിനാണ് ഞാൻ പറഞ്ഞത്, ഒരു വസ്തുവിന് എങ്ങനെ ഡിമാൻഡിനനുസരിച്ച് വില കൂടും എന്നുള്ളത് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കാനാണ് ഞാൻ മാസ്കിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ ഒരു വസ്തുവിന് എങ്ങനെയാണോ ഡിമാൻഡ് വരുമ്പം വില കൂടുന്നത്, അതുപോലെ തന്നെ എക്കണോമിയിലെ എക്കണോമിക് ആക്ടിവിറ്റീസ് കൂടുമ്പം അതിനനുസരിച്ച് എല്ലാം മൊത്തത്തിൽ ഡിമാൻഡും പ്രൈസും കൂടുമെന്ന് ഓർക്കുക. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ വികസിത രാജ്യങ്ങളിൽ കൂടുതലാണ്. ഇപ്പോൾ US അല്ലെങ്കിൽ UK അങ്ങനെയൊക്കെ ഉള്ളിടത്ത് സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വില കൂടുതലാണ്. പക്ഷേ അവർക്ക് അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുന്ന ശമ്പളവും അതുപോലെ തന്നെ കൂടുതലായിരിക്കും. അപ്പം ഇന്ത്യയുടെ ഒരു സാഹചര്യമല്ല US-ലോട്ടൊക്കെ പോകുമ്പോൾ. അവിടുത്തെ സാധനങ്ങൾക്കും നല്ല വില, അവിടുത്തെ സർവീസുകൾക്കും നല്ല വില. അതേസമയം ഇതേ ആളുകൾ തന്നെ പണിക്ക് പോയാൽ അവർക്ക് നല്ല ശമ്പളവും കിട്ടും. അതാണ് അവിടുത്തെ ഒരു കഥ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പണിയെടുത്താൽ ഇച്ചിരി പൈസ കിട്ടും, സാധനങ്ങൾക്കും ഇച്ചിരി പൈസ. നമ്മൾ ഡെവലപ്പിംഗ് ആയതുകൊണ്ട് നമ്മുടെ ഒരു ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത് എന്നുള്ളതും കൂടെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ മനസ്സിലായല്ലോ. ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ഭയങ്കര കൂടുതലായിരിക്കും എന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. ഇത് ഭയങ്കര ഈസിയാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട് 4 എണ്ണം. നിങ്ങൾക്കറിയാലോ എന്താ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? അതായത് നമ്മുടെ ഒരു സാധനം നമ്മുടെ കയ്യിലെത്തുന്നതിന് മുന്നേ പല ഘട്ടങ്ങളിലൂടെ കടന്നു വരുന്നത്. ആദ്യത്തെ ഫാക്ടർ എന്താണ്? ലാൻഡ്. ഒരു ടൊമാറ്റോ സോഴ്സിനെ നിങ്ങൾ ചിന്തിക്കുക. ടൊമാറ്റോ സോഴ്സിന് ആദ്യം ടൊമാറ്റോ വേണം. അതെവിടാ വരുന്നത്? ലാൻഡ്. അപ്പോൾ ലാൻഡ് ഒരു ഫാക്ടറാണ്. ഇനി ലാൻഡ് കഴിഞ്ഞ് ലേബർ. ഈ ടൊമാറ്റോ സോഴ്സ് ആക്കണമല്ലോ, അപ്പോൾ അതെന്താണ്? ലേബർ ഒരു ഫാക്ടറാണ്. ലാൻഡ്, ലേബർ, പിന്നെന്താ? ക്യാപിറ്റൽ. ഇപ്പം ലാൻഡും ഉണ്ട്, ലേബറും ഉണ്ട്. എനിക്ക് കുറേ തക്കാളിപ്പാടം ഉണ്ട്, അതിൽ പണിയെടുക്കാൻ ആളുകളും ഉണ്ട്. അതുകൊണ്ട് ടൊമാറ്റോ സോഴ്സ് ഉണ്ടാവുമോ? ഇല്ല. അതിന് ഞാൻ എന്ത് ചെയ്യണം? പൈസ ഇറക്കി അവിടെ ഒരു ഫാക്ടറി പണിയണം. അതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിനൊരു മൂലധനം ഇറക്കി ഞാൻ ഒരു ഫാക്ടറി പണിയണം. അതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? എന്നിട്ട് ഫാക്ടറി പണിത് ഞാൻ അതിൻ്റെ ഫുൾ പോയി ലൈസൻസ് ഒക്കെ എടുത്ത് അതിനെ ടൊമാറ്റോ കെച്ചപ്പായിട്ട് അല്ലെങ്കിൽ ഒരു സോഴ്സായിട്ട് അതിനെ ബ്രാൻഡ് ചെയ്ത് വെക്കാനുള്ളൊരു ഐഡിയയും വിഷനും എനിക്കുണ്ടാവണം. ഒരു ഓൺട്രപ്രണറും ആയിരിക്കണം ഞാൻ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് വന്നാലേ ഒരു പ്രൊഡക്റ്റ് എക്കണോമിയിൽ എത്തത്തുള്ളൂ. അതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർഷിപ്പ്. ലാൻഡ് എന്തിനാണ്? ബേസിക് പ്രൈമറിലി ആ സാധനം
ഉണ്ടാക്കാൻ വേണ്ടി. ലേബർ എന്തിനാണ്? ഈ ഉണ്ടാക്കിയ സാധനത്തിനെ എന്താണ് നമുക്ക് വേണ്ട രീതിയിൽ പരുവപ്പെടുത്തിയെടുക്കാൻ വേണ്ടി. പിന്നെ ക്യാപിറ്റൽ എന്തിനാ? അതിനെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി. ഓൺടർപ്രനർ എന്തിനാ? ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഈ സാധനം എക്കണോമിയിലേക്ക് എത്തിക്കാനാണ് ഓൺടർപ്രനർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺടർപ്രനർ, ഇതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ 4 എണ്ണത്തിൽ എന്തിലെങ്കിലും ഒരു ചെറിയ അപാകത വന്നാൽ സപ്ലൈ സൈഡിൽ നിന്നുള്ള ഇൻഫ്ലേഷൻ ഉണ്ടാവും. അതാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം മൺസൂൺ വരികയാണ്, മൺസൂൺ തെറ്റിപ്പെയ്തു, മഴ ഒരു കൊല്ലം പെയ്തേ ഇല്ല എന്ന് വെക്കുക. അപ്പം ഈ ലാൻഡിലുള്ള തക്കാളികളെല്ലാം ചീത്തയായി പോകും. കാരണം മഴയില്ലാതെ ആ തക്കാളികളെല്ലാം നശിച്ചു പോകും. അപ്പോൾ ആ ലാൻഡിലുള്ള ആ ഒരു സ്കേഴ്സിറ്റി, നമുക്ക് തക്കാളി വേണമല്ലോ പ്രൊഡക്ഷൻ, അപ്പോൾ തക്കാളി കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷം ഉൽപ്പാദിപ്പിക്കപ്പെട്ട ടൊമാറ്റോ സോഴ്സിൻ്റെ സപ്ലൈ കുറഞ്ഞു. അങ്ങനെ സപ്ലൈ കുറയുമ്പോൾ സാധനത്തിന് പൈസ കൂടും. ഇടയ്ക്ക് ഉള്ളിയുടെയൊക്കെ വില റോക്കറ്റ് പോലെ പോകത്തില്ല, ചിലപ്പോൾ ഇഞ്ചിയുടെയൊക്കെ വില, പച്ചക്കറിയൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ല, സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ്. എപ്പോഴാണ്? എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് കൃഷിയൊക്കെ നശിക്കുന്ന സമയത്തും കാലഘട്ടത്തിലും ഒക്കെയാണ് നമുക്ക് ഈ സാധനങ്ങളുടെ വില ഭയങ്കരമായിട്ട് കൂടുന്നത്. അതാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇതിലേതോ ഒന്നിന് നമുക്ക് കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അതുപോലെ തന്നെ ക്യാപിറ്റൽ, ഇപ്പം പണ്ടത്തെ അത്രയും സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആരും ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ലെങ്കിലും ആ സാധനങ്ങളുടെ ലഭ്യത നമുക്ക് വിപണിയിൽ കുറയും. അങ്ങനെ ലഭ്യത വിപണിയിൽ കുറയുമ്പോൾ ആ സാധനത്തിൻ്റെ വില കൂടും. കാരണം അത് വല്ല കാലത്തുമൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനം വിപണിയിലോട്ട് എത്തുന്നുള്ളൂ. അതുകൊണ്ട് നമ്പർ കുറവായതുകൊണ്ട് അതിൻ്റെ വില കൂടും. സപ്ലൈ സൈഡിൽ നിന്നുള്ള ഇൻഫ്ലേഷൻ അതാണ്. എന്താണ്? കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. ഇപ്പം ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺടർപ്രനർ, ഈ 4 കാര്യങ്ങളിൽ ഉണ്ടാകുന്ന. ഇനി എംപ്ലോയീസ്, ഇപ്പം ലേബർ, എംപ്ലോയീസിൻ്റെ ഒക്കെ ശമ്പളം കൂട്ടാൻ എംപ്ലോയീസ് ബഹളം വെച്ചു. ഒരു ടൊമാറ്റോ ഫാക്ടറി അല്ലെങ്കിൽ കെച്ചപ്പ് ഫാക്ടറി, ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിലെ എംപ്ലോയീസ് ഒക്കെ ബഹളം വെച്ചു, ഞങ്ങൾക്ക് ശമ്പളം കൂട്ടി കിട്ടണമെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും എംപ്ലോയീസിന് ശമ്പളം കൂട്ടി കൊടുക്കുമ്പം കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിനിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഇത് ചെയ്യാൻ പറ്റത്തില്ല, നഷ്ടം വരുത്താൻ പറ്റത്തില്ല. പ്രോഫിറ്റ് മാർജിൻ മുന്നോട്ട് പോയാലേ കമ്പനി നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ അത് കാരണം ഈ കമ്പനി എന്ത് ചെയ്യും? ആ ശമ്പളം കൂട്ടി കൊടുത്തത് മുഴുവനും ടൊമാറ്റോ സോസിലെ MRPയിൽ കൂട്ടും. അപ്പോഴും ഈ സാധനത്തിന് വില കൂടും. അപ്പോൾ അവിടെ നമ്മൾ എംപ്ലോയീസിൻ്റെ ശമ്പളത്തിൻ്റെ കോസ്റ്റ് ആരാ കൊടുക്കുന്നത്? നമ്മളാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺടർപ്രനർ. അപ്പോൾ ഈ സപ്ലൈ സൈഡിലുള്ള ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കും? സാധനങ്ങളുടെ ലഭ്യത കുറയും, അല്ലെങ്കിൽ സാധനങ്ങളുടെ വില കൂടും. അതിനെയാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. മറ്റേതെന്താ? ഡിമാൻഡ് സൈഡാണ്. നമ്മൾ സാധനം ഇറക്കിയിട്ട് അത് വാങ്ങാൻ കുറേ പേരുണ്ട്, അപ്പം അതുകൊണ്ട് സാധനത്തിൻ്റെ വില കൂടുന്നത്. ഇത് സാധനം ഇറക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായി, അപ്പം സാധനത്തിന് മൊത്തത്തിൽ വില നമ്മളങ്ങ് കൂട്ടിയിട്ട് അങ്ങ് വിൽക്കുകയാണ്. അതാണ് സപ്ലൈ സൈഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എൻഡിലുള്ള ഇൻഫ്ലേഷൻ ആണെങ്കിൽ, സപ്ലൈ സൈഡ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഇൻഫ്ലേഷനാണ്. അപ്പം ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനും സപ്ലൈ സൈഡ് അല്ലെങ്കിൽ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും 2 കാര്യങ്ങളും കൂടെ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, താങ്ക് യു.